പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ദൈവികമായ ഊർജം അപാരമാണെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. പ്രധാനമന്ത്രിയെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ച ആയിരങ്ങൾ. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച പ്രധാനമന്ത്രി പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മദ്യപന്റെ പരാക്രമം. ഡോക്ടറെയും ജീവനക്കാരനെയും കയ്യേറ്റം ചെയ്ത യുവാവ് നിരീക്ഷണ വാർഡിന്റെ വാതിൽ തല്ലി തകർത്തു. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണനെ കൺകുളിർക്കെ തൊഴുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ഒരുക്കിയിരുന്നത്. ബുധനാഴ്ച രാവിലെ 7:30 പ്രധാനമന്ത്രി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങിയത്. 7:42 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തി. മുണ്ടും മേൽമുണ്ടും ധരിച്ച് 8 മണിയോടെ ക്ഷേത്രത്തിൽ എത്തി. നെയ്യും താമരപ്പൂവും സോപാനപ്പടിയിൽ സമർപ്പിച്ച് ഗുരുവായൂരപ്പനെയും ഉപദേവതകളെയും തൊഴുത് 17 മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭഗവത് പ്രസാദം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ദർശനത്തിന് ശേഷം ദേവസ്വത്തിന്റെ ഭഗ്യയിൽ ശ്രീവത്സത്തിൽ എത്തി. കൂർത്ത ധരിച്ച് 8:34 വീണ്ടും ക്ഷേത്രനടയിൽ എത്തി. നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹം നൽകിയാണ് മോദി മടങ്ങിയത്. പ്രധാനമന്ത്രി ഗുരുവായൂരിൽ പ്രാർത്ഥിച്ചത് ഇന്ത്യയുടെ നന്മയ്ക്കായി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മോദി തന്നെയാണ് ഇത് ട്വിറ്ററിൽ കുറിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ദൈവികമായ ഊർജം അപാരമാണ്. ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും സമൃദ്ധിയുമായിരിക്കാൻ പ്രാർത്ഥിച്ചതായി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിക്ക് ദേവസ്വം ഗുരുവായൂരപ്പന്റെ ദാരുശില്പവും ചുമർചിത്രവും സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് ബി നായർ, KR ഗോപിനാഥ് എന്നിവർ ചേർന്നാണ് പ്രധാനമന്ത്രിക്ക് ഉപഹാരം സമ്മാനിച്ചത്. തെക്കുമരത്തിൽ തീർത്ത ചതുർബാഹുവായ ഗുരുവായൂരപ്പന്റെ ദാരുശില്പം ശില്പി എളവള്ളി നന്ദനാണ് നിർമ്മിച്ചത്. ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രമാണ് ചുമർചിത്രം തയ്യാറാക്കിയത്. പ്രധാനമന്ത്രിയുടെയും താരനിരയുടെയും സാന്നിധ്യത്തിൽ ചലച്ചിത്ര നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹവേദിയിൽ എത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലാണ് ചടങ്ങ് നടന്നത്. മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധുവരന്മാർക്ക് വിവാഹമാല എടുത്തു നൽകിയത്. രാവിലെ 8:45 വിവാഹ ചടങ്ങ് ആരംഭിച്ചു. ഇലക്ട്രിക് കാറിലാണ് മോദി ക്ഷേത്രത്തിൽ എത്തിയത്. വിവാഹ മണ്ഡപത്തിലെത്തി നരേന്ദ്രമോദി വധുവരന്മാർക്ക് ആശംസകൾ അറിയിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ഖുഷ്ബു, ദിലീപ് തുടങ്ങിയവരും കുടുംബസമേതം വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ദേശീയ ശ്രദ്ധയാകർഷിച്ച് പ്രധാനമന്ത്രി പങ്കെടുത്ത ഗുരുവായൂരിലെ വിവാഹ ചടങ്ങ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി വിവാഹ മണ്ഡപത്തിൽ എത്തി. കിഴക്കേനടയിലെ 1-ാം നമ്പർ വിവാഹ മണ്ഡപത്തിലായിരുന്നു ചടങ്ങുകൾ. വധുവിന്റെ കൈ വരന് കൈമാറുന്ന പാണിഗ്രഹണമെന്ന കർമ്മം മോദി നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും പ്രധാനമന്ത്രിക്കൊപ്പം കല്യാണ മണ്ഡപത്തിലുണ്ടായിരുന്നു. ഗുരുവായൂരിൽ വിവാഹിതരായ വധുവരന്മാർക്ക് മോദി അയോധ്യയിൽ നിന്നുള്ള അക്ഷതം കൈമാറി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുഷ്പവൃഷ്ടിയോടെ വരവേൽപ്പ്. രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഇതാദ്യമായി ദക്ഷിണേന്ത്യയിലെ പ്രധാന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നുവെന്നതായിരുന്നു തൃപ്രയാറിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു. രാവിലെ 9 മണിവരെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ ദർശനത്തിനായി പ്രവേശിപ്പിച്ചു. തുടർന്ന് ക്ഷേത്രം റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള തൊപ്പിയും ധരിച്ചെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വർണ്ണ ബലൂണുകളും കൊടികളുമായി നിശ്ചിത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തെ വരവേൽക്കാനായി കാത്തുനിന്നു. ഇതിനിടെ നേരത്തെ നിശ്ചയിച്ചതിലും 20 മിനിറ്റ് മുൻപ് തന്നെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്ന് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഹെലിപാഡിൽ വന്നിറങ്ങി. തുടർന്ന് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് മുഖേന അതീവ സുരക്ഷയുള്ള വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹോളി ജംഗ്ഷനിൽ പ്രവേശിച്ചു. ഇതോടെ മണിക്കൂറുകളോളം അദ്ദേഹത്തെ കാത്തുനിന്ന BJP പ്രവർത്തകർ പുഷ്പവൃഷ്ടിയുമായി ആഹ്ലാദാരവത്തോടെ വരവേറ്റു.
ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനും കമ്മീഷണർ സി അനിൽകുമാറും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഗോശാല കൃഷ്ണനും ശാസ്താവിനും ഗണപതിക്കും തേവർക്കും വെള്ളിക്കുടത്തിൽ അദ്ദേഹം നെയ്യ് സമർപ്പിച്ചു. തേവർക്ക് കദളിക്കുലയും 2 പൂപ്പാലികയിൽ താമരമുട്ടും തുളസിയും സമർപ്പിച്ചു. തുടർന്ന് തേവരുടെ നടയിൽ അനിഴം നക്ഷത്രത്തിൽ അഷ്ടോത്തര ശതവും പുരുഷ സൂക്തവും പുഷ്പാഞ്ജലിയും സമർപ്പിച്ചു. ക്ഷേത്രം മുഖമണ്ഡപത്തിൽ ആഞ്ജനേയർക്ക് മുന്നിൽ അദ്ദേഹം ദീപം തെളിയിച്ചു. ഈ സമയം തേവരുടെ നടയിൽ വെച്ച് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമരയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീരാമ മന്ത്രങ്ങളടങ്ങിയ പത്രിക സമർപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രിക്ക് മുന്നിൽ രാമായണം, ഭജൻ, വേദിക് ശാന്തി ഭജൻസ് എന്നിവ 25 കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ചത് 15 മിനിറ്റോളം അദ്ദേഹം ആസ്വദിച്ചു. തുടർന്ന് അദ്ദേഹം മടങ്ങാനൊരുങ്ങുന്നതിനിടെ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രത്യേക നിവേദനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ കൈമാറി. ഇതോടൊപ്പം തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന രൂപവും പ്രധാനമന്ത്രിക്ക് ഉപഹാരമായി സമ്മാനിച്ചു. TCV തൃപ്രയാർ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർ നിർത്തി അഭിവാദ്യം ചെയ്തത് പ്രവർത്തകർക്ക് ആവേശമായി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിനിടയിലാണ് പടിഞ്ഞാറെ ഭണ്ഡാരത്തിന് മുൻപിൽ കാർ നിർത്തി പ്രധാനമന്ത്രി കൈകൾ വീശി അഭിവാദ്യം ചെയ്തത്. ആയിരക്കണക്കിന് പേരാണ് റോഡിന് ഇരുവശങ്ങളിലുമായി തിങ്ങിക്കൂടി നിന്നിരുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി കൈവീശി നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്രയായി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മദ്യപന്റെ പരാക്രമം. മുതുവറയിലെ ബാറിലുണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച യുവാവാണ് അക്രമാസക്തനായത്. ഇയാൾ ഡോക്ടറെയും ജീവനക്കാരനെയും കയ്യേറ്റം ചെയ്യുകയും ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിന്റെ വാതിൽ തല്ലി തകർക്കുകയും ചെയ്തു. പുലർച്ചെ 1:30-ക്കാണ് സംഭവം. അത്യാഹിത വിഭാഗത്തിലെ നിരീക്ഷണ മുറിയിൽ എത്തിച്ച യുവാവിന്റെ മുറിവുകൾ തുന്നിക്കെട്ടാൻ എത്തിയ ഡോക്ടർ കിരണിനെയാണ് യുവാവ് ആക്രമിച്ചത്. ഡോക്ടറുടെ കഴുത്തിൽ അമർത്തി ചുമരിൽ ചാരി നിർത്തി മർദ്ദിച്ചു. സംഭവം കണ്ട് ഓടിയെത്തിയ നഴ്സിംഗ് അസിസ്റ്റന്റ് മുഹമ്മദ് നിസാറാണ് യുവാവിനെ പിടിച്ചുമാറ്റിയത്. ഇതിനിടെ യുവാവ് അത്യാഹിത വിഭാഗത്തിലെ നിരീക്ഷണ മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. തുടർന്ന് എയ്ഡ് പോസ്റ്റിലെ പോലീസുകാരും സുരക്ഷാ ജീവനക്കാരും എത്തിയാണ് യുവാവിനെ കീഴടക്കിയത്. യുവാവിനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഡോക്ടറെ അക്രമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മുഹമ്മദ് നിസാറിനെ ജീവനക്കാർ അഭിനന്ദിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം BA വർഗീസ് ശശികുമാർ നഗറിൽ നടന്നു. ഹോട്ടൽ ഡെലീസ റെസിഡൻസിയിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് PK വിജയൻ അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന ട്രഷറർ PS സിബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി PM റഷീദ് മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ വിനോദ് T മാത്യു സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. അഹമ്മദ് സിജിത്ത്, മധുസൂദനൻ എന്നിവർ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, VP ബിജു, കേരള വിഷൻ ചെയർമാൻ PM നാസർ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, VP മധു, PS ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. COA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റായി PK വിജയനെയും സെക്രട്ടറിയായി PS ശ്രീജിത്തിനെയും ട്രഷററായി മനോജ് കുമാറിനെയും തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി പോക്സോ കോടതി ജഡ്ജി മിനിയുടെ കാറിന് മുന്നിൽ കയറി നിന്ന് അസഭ്യം പറഞ്ഞ കേസിൽ പ്രതികൾ പോലീസ് പിടിയിലായി. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട തെക്കേക്കര മേൽവീട്ടിൽ അലി ബാബു, ഓട്ടോ ഡ്രൈവർ ചരൽപ്പറമ്പ് പൂന്തോപ്പിൽ രമേശ് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി പോക്സോ ജഡ്ജി മിനി ഓടിച്ചു വന്നിരുന്ന കാർ പെട്ടെന്ന് റോഡിൽ നിന്നപ്പോൾ പുറകിൽ വന്നിരുന്ന ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന പ്രതികൾ ഇറങ്ങി വന്ന് അസഭ്യം പറയുകയായിരുന്നു. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായ 2 SFI പ്രവർത്തകർക്ക് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ITI വിദ്യാർത്ഥികളായ പട്ടാമ്പി സ്വദേശി ഷമീം, കാഞ്ഞൂർ സ്വദേശി ഗ്യാനേഷ് എന്നിവർക്കാണ് ഉപാധികളോടെ ജില്ലാ സെഷൻസ് ജഡ്ജി സെയ്ദ് അലവി ജാമ്യം നൽകിയത്. കഴിഞ്ഞ ഡിസംബർ 22-നായിരുന്നു ഗവൺമെന്റ് ITIക്ക് സമീപം പോലീസ് ജീപ്പ് അടിച്ചു തകർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലായത്.
സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദേശ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി മൈനോറിറ്റി എഡ്യൂക്കേഷൻ അക്കാദമി സ്ഥാപിക്കുമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് കളക്ട്രേറ്റിലെ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൈനോറിറ്റി എഡ്യൂക്കേഷൻ അക്കാദമിക്കായുള്ള രൂപരേഖ സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. പെരിന്തൽമണ്ണയിലോ കോഴിക്കോടോ ആയിരിക്കും അക്കാദമി സ്ഥാപിക്കുക. തൃശൂർ ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി ശനിയാഴ്ച തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ സംഘടിപ്പിക്കുന്ന ഏകദിന സെമിനാർ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അഡ്വക്കേറ്റ് എ റഷീദ് പറഞ്ഞു. ബുധനാഴ്ച നടന്ന കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണനയ്ക്ക് വന്ന 11 പരാതികളിൽ ഒരെണ്ണം തീർപ്പാക്കിയതായി കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷൻ അംഗം സൈഫുദ്ദീൻ ഹാജി, ജില്ലാതല ഏകദിന സെമിനാർ സംഘാടക സമിതി പ്രസിഡന്റ് എം ഹാരിസ്, കോർഡിനേറ്റർ റൂണി അഗസ്റ്റിൻ, സെക്രട്ടറി ഫാദർ നൌജിൻ വിധേയത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള സന്യാസി സമൂഹത്തിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണവും യാത്രയയപ്പും നൽകി. ശബരിമല അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യദാസ് അടക്കമുള്ളവരാണ് യാത്രാസംഘത്തിൽ ഉള്ളത്. യാത്രയയപ്പ് ചടങ്ങിന് ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളി കോളങ്ങാട്ട് നേതൃത്വം നൽകി. ജില്ലാ അധ്യക്ഷൻ മുരളീധരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് വാസവൻ, വി ബാലൻ, നാരായണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂരിൽ നിന്നും ശ്രീരാമകൃഷ്ണ മഠം സ്വാമി ആത്മസ്വരൂപാനന്ദ, പൂർണ്ണാനന്ദ തീർത്ഥപാദർ, ശ്രീരാമാനന്ദാശ്രമത്തിലെ സ്വാമി ധർമാനന്ദ, മഠവാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ പ്രജ്ഞാനന്ദ സ്വാമി, ശിവഗിരി മഠത്തിലെ ബ്രഹ്മസ്വരൂപാനന്ദ എന്നിവരും സംഘത്തിലുണ്ട്. ശ്രീ കേരളവർമ്മ കോളേജ് ഹോസ്റ്റലിൽ SC OEC വിദ്യാർത്ഥിനികളിൽ നിന്നും അനധികൃതമായി വാങ്ങിയ 2000 രൂപ ഹോസ്റ്റൽ ഫീസ് തിരിച്ചു നൽകാൻ തീരുമാനം. PKSന്റെയും SFIയുടെയും ഇടപെടലിനെ തുടർന്നാണ് നടപടി. സംഭവത്തെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് അടിയന്തര സഹായമായി 10 ലക്ഷം രൂപയുടെ ചെക്ക് കോളേജിന് കൈമാറി. ഉടൻ തന്നെ കുട്ടികൾക്ക് പണം കൈമാറുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ നാരായണ മേനോൻ നേതാക്കൾക്ക് ഉറപ്പ് നൽകി. സർക്കാരിന്റെയോ ദേവസ്വത്തിന്റെയോ അറിവോ അനുമതിയോ ഇല്ലാതെ ഫീസ് വാങ്ങാൻ നേതൃത്വം നൽകിയ വാർഡിനെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കാനും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയുണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ്, അഡ്വക്കേറ്റ് PK ബിന്ദു, SFI ഏരിയ സെക്രട്ടറി അനുരാഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോളേജ് പ്രിൻസിപ്പളുമായി ചർച്ച നടത്തിയത്. തൃശൂർ ജില്ലയിൽ ചെറുവിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി കടലാസിൽ ഒതുങ്ങുന്നു. പ്രവാസികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ ചെറുവിമാനത്താവളം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമായി. സാംസ്കാരിക തലസ്ഥാനവും മധ്യജില്ലയുമായ തൃശൂരിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിവെച്ചിരുന്നുവെങ്കിലും ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല. പുഴയ്ക്കൽപ്പാടത്ത് വിമാനത്താവളം നിർമ്മിക്കാൻ 1988 തൃശൂർ കൗൺസിൽ യോഗം പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നെങ്കിലും അതെല്ലാം ചുവപ്പ് നാടകളിൽ കുടുങ്ങി. ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി രൂപീകരിച്ചിരുന്നു. ഇവരുടെ ശ്രമഫലമായി 2010 എയർപോർട്ട് അതോറിറ്റിയുടെ വിദഗ്ധ സംഘം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട് ദ്വാരക കടപ്പുറത്തെ 12 ഏക്കർ സ്ഥലം അനുയോജ്യമാണെന്ന് എയർപോർട്ട് അതോറിറ്റി ജനറൽ മാനേജർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നു. ദേവസ്വത്തിന്റെ അനുമതി ലഭിച്ചാൽ 6 മാസത്തിനകം ഹെലിപോർട്ടിന്റെ നിർമ്മാണം തുടങ്ങുമെന്ന് അന്നത്തെ MP ആയ PC ചാക്കോ പ്രഖ്യാപിച്ചു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ പാടം, പാവറട്ടി പെരുവല്ലൂർ പാടം, പൂക്കോട് കുട്ടാടൻ പാടം എന്നീ സ്ഥലങ്ങളും അനുയോജ്യമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം സംഘം സന്ദർശനം നടത്തുകയും മിനി എയർപോർട്ട് അനിവാര്യമാണെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. എന്നാൽ ഇതെല്ലാം ഫയലിൽ മാത്രം ഒതുങ്ങി. എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റിയുടെ നിരന്തര ശ്രമഫലമായി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സാധ്യതാ പഠനത്തിന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി 2017 ഉത്തരവിറക്കിയിരുന്നു. തുടർ നടപടികളൊന്നും ആയിട്ടില്ല. ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി ചെയർമാൻ രവി പനക്കൽ ആവശ്യപ്പെട്ടു. സുപ്രധാന തീർത്ഥാടന നഗരമായ ഗുരുവായൂരിൽ ഒരു മിനി എയർപോർട്ട് വേണമെന്ന ആവശ്യവുമായി ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി അനവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരിക. ഇതിനെ തുടർന്ന് 2017 കേരള സർക്കാർ എയർസ്ട്രിപ്പിന് വേണ്ടി ഉത്തരവ് ഇറങ്ങിയിരുന്നെങ്കിലും ഇതിനു വേണ്ട നടപടികൾ പുരോഗമിച്ചിട്ടില്ല. അതിനാൽ അടിയന്തരമായി ഗുരുവായൂരിൽ ഒരു മിനി എയർപോർട്ട് വരുന്നതിന് വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിച്ചാൽ തീർത്ഥാടകർക്ക് ഏറെ ഗുണപ്രദമാകും. ഇക്കാര്യം ആവശ്യപ്പെട്ട് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി
പ്രധാനമന്ത്രി അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. TCV ഗുരുവായൂർ. വടക്കാഞ്ചേരി നഗരസഭയുടെ സർവ്വശുദ്ധി മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിൽ നടക്കുന്ന പൂരങ്ങൾ, പെരുന്നാളുകൾ, വിവാഹങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവ പൂർണ്ണമായും ഹരിതചട്ടം കർശനമായി പാലിച്ചു നടത്തുന്നതിന് തീരുമാനമായി. ആഘോഷ പരിപാടികളുടെ ബാനറുകൾ അടിക്കുന്നത് മുതൽ കൊടിത്തോരണങ്ങൾ അഴിക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഹരിത നിയമങ്ങൾ പാലിക്കുന്നതിന് എവരുടെയും സഹകരണം ഉറപ്പാക്കും. ഇനി മുതൽ നഗരസഭയിൽ നടത്തപ്പെടുന്ന വിവാഹങ്ങളും മറ്റ് ആഘോഷങ്ങളും നഗരസഭയെ മുൻകൂട്ടി അറിയിച്ച് അനുമതി വാങ്ങണം. ഹരിതചട്ടം പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. പന്ത്രണ്ട് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിക്ക് ശിക്ഷ വിധിച്ചു. വളർക്കാവ് നെടിയത്ത് ബാബുവിനെയാണ് തൃശൂർ അതിവേഗ പോക്സോ കോടതി ജഡ്ജി ജയപ്രഭു 97 വർഷം കഠിന തടവിനും 5,61,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KA സുനിത കോടതിയിൽ ഹാജരായി. ജില്ലയിലെ ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പോലീസിൽ സ്ഥലമാറ്റം. തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി VK രാജുവിനെ എറണാകുളം സെൻട്രൽ ഡിവൈഎസ്പിയായി നിയമിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി SN സലീഷിനെ മുനമ്പത്തേക്ക് മാറ്റി. M സന്തോഷ് കുമാറാണ് കൊടുങ്ങല്ലൂരിലെ പുതിയ ഡിവൈഎസ്പി. ഗുരുവായൂർ ACP KG സുരേഷിനെ കോഴിക്കോട് ടൗണിലേക്ക് മാറ്റി. C സുദർശനാണ് ഗുരുവായൂർ ACP. ചാലക്കുടിയിൽ നിന്ന് CS സിനോജിനെ മണ്ണാർക്കാട്ടേക്ക് മാറ്റി. ആലത്തൂർ ഡിവൈഎസ്പിയായി ആയിരുന്ന R അശോകനാണ് ചാലക്കുടി ഡിവൈഎസ്പി. തൃശൂരിൽ നിന്ന് KK സജീവനെ പെരിന്തൽമണ്ണയിലേക്ക് മാറ്റി. K സുദർശനാണ് തൃശൂർ ACP. കുന്നംകുളം ACP CR സന്തോഷിനെ ആലത്തൂരിലേക്ക് മാറ്റി. P അബ്ദുൽ ബഷീറിനെ കുന്നംകുളം ACPയായി നിയമിച്ചു. MC കുഞ്ഞി മൊയിൻകുട്ടിയാണ് ഇരിങ്ങാലക്കുടയിലെ പുതിയ ഡിവൈഎസ്പി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇരിങ്ങാലക്കുട സന്ദർശിച്ചതിന്റെ 90-ാം വാർഷിക ദിനത്തിൽ ഗാന്ധിജിയെ പുഷ്പഹാരമണിയിച്ച ഇരിങ്ങാലക്കുട സ്വദേശിനിയെ ആദരിച്ചു. ഇരിങ്ങാലക്കുട കോനിക്കര തോമസിന്റെ മൂത്ത മകളായ റോസി ഗാന്ധിജിക്ക് ഹാരം അണിയിക്കാൻ ലഭിച്ച അന്നത്തെ ഭാഗ്യം ഇന്നും അഭിമാനത്തോടെയാണ് ഓർക്കുന്നത്. 1934 ജനുവരി 17-ന് ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഗാന്ധിജി ഇരിങ്ങാലക്കുടയിൽ എത്തിയത്. നീഡ്സ് പ്രസിഡന്റ് തോമസ് ഉണ്ണിയാടൻ റോസിയെ ആദരിച്ചു. നീഡ്സ് ഭാരവാഹികളായ ഗുലാം മുഹമ്മദ്, KP ദേവദാസ്, PK ജോൺസൺ, PT ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യാതിഥിയായ ഗവർണറുടെ സൗകര്യാർത്ഥം നവതി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ അടുത്ത മാസം 15-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 3-ാം താലപ്പൊലി നാളിൽ പകൽ എഴുന്നള്ളിപ്പ് നടന്നു. തെക്കേനടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്ന് ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ നായരമ്പലം രാജശേഖരൻ കോലമേന്തി. എഴുന്നള്ളിപ്പിന് മറ്റൂർ വേണുഗോപാലമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും പെരുവനം പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പണ്ടിമേളവും അകമ്പടിയായി. ഠാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനായി ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനിൽ പ്രത്യേക ഓഫീസ് ഒരുക്കുമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു അറിയിച്ചു. ജനുവരി 29, 30, 31 തീയതികളിലാണ് ഭൂമി ഏറ്റെടുക്കൽ. നിയമപ്രകാരം നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനായി വസ്തുവിന്റെ അസൽ രേഖകൾ ഹാജരാക്കേണ്ടതാണ്. ഇതിനു മുന്നോടിയായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങളും പരിഹരിക്കുന്നതിനും നേരത്തെ രേഖകൾ കൈവശമുള്ളവർക്ക് അത് സമർപ്പിക്കുന്നതിനുമാണ് പ്രത്യേക ഓഫീസ് ആരംഭിക്കുന്നത്. ഈ മാസം 22-ന് രാവിലെ 10 മുതൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് അധ്യാപന രംഗത്ത് നൂതന പരിശീലനം നടത്തുന്ന 50 അധ്യാപകർക്ക് US ഗവൺമെന്റ് നൽകുന്ന അവാർഡിന് പുത്തൂർ മാന്നമംഗലം സ്വദേശി വെട്ടുവേലിക്കുടി വീട്ടിൽ ബെന്നി വർഗീസ് അർഹനായി. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയാണ് ബെന്നി വർഗീസ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഗോവയിലെ നവോദയ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ ഓഫീസറാണ് ബെന്നി. മാളയിൽ സ്കൂട്ടറിൽ എത്തിയ ആൾ കാൽനട യാത്രക്കാരിയുടെ മാല കവർന്നു. മാമ്പള്ളി വീട്ടിൽ പള്ളിക്കൽ ഗ്രേസിയുടെ 2.5 പവന്റെ മാലയാണ് കവർന്നത്. പിടിവലിക്കിടയിൽ താഴെ വീണ ഗ്രേസിയുടെ മാലയുടെ പകുതി ഭാഗമേ ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവിന് ലഭിച്ചുള്ളൂ. തയ്യൽക്കട നടത്തുന്ന ഗ്രേസി കടയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. നിസ്സാര പരിക്കേറ്റ ഗ്രേസി പ്രാഥമിക ചികിത്സ തേടി. മാല കവർന്ന ആളുടെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തൃത്തല്ലൂർ ഏഴാംകല്ലിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. വേങ്ങണ്ടിയൂർ സ്വദേശി കുറുപ്പശ്ശേരി വീട്ടിൽ പ്രവീണിനാണ് പരിക്കേറ്റത്. ഏഴാംകല്ല് KSEB ഓഫീസിന് മുന്നിൽ ദേശീയപാതയിലായിരുന്നു അപകടം. പരിക്കേറ്റ പ്രവീണിനെ വാടാനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാണിജ്യം.
മാനുഫാക്ചറിംഗ് ആൻഡ് ഹോൾസെയിൽ രംഗത്ത് 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി സാജു ഷൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ റീറ്റെയിൽ ഷോറൂം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സാജു ഷൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം സിനി ആർട്ടിസ്റ്റ് അതിഥി രവി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ സിന്ധു ആൻഡോ ചാക്കോള, മുകേഷ് കൂളപ്പറമ്പിൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ചടങ്ങിൽ സാജു ഷൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ സാജു വെന്നിക്കൽ, സഹധർമ്മിണി സഞ്ജന സാജു, മക്കളായ സഞ്ജിത്ത്, ആദിത്യ, ജനറൽ മാനേജർ ബിജു, മാനേജർ ഡിജേഷ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സവിശേഷമായ 916H UAD സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളും ട്രഡീഷണൽ ഡിസൈനുകളുടെ അമൂല്യ ശേഖരവും ലേറ്റസ്റ്റ് ഡിസൈനർ ആഭരണങ്ങളോടൊപ്പം അതിവിശിഷ്ടമായ ഡയമണ്ട് ആഭരണങ്ങളും ഹോൾസെയിൽ വിലയിൽ ഷോറൂമിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. നിശ്ചിത പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്കും നിശ്ചിത തുകയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്കും ഗോൾഡ് കോയിൻ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, മൂന്നാറിലേക്ക് 2 രാത്രിയും 3 പകലും നീളുന്ന കപ്പിൾ ടൂർ എന്നീ സമ്മാനങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഉദ്ഘാടനം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവർക്ക് ഓരോ മണിക്കൂറിലുമുള്ള നറുക്കെടുപ്പിലൂടെ 1 ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ദൈവീകമായ ഊർജം അപാരമാണെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ച ആയിരങ്ങൾ. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച പ്രധാനമന്ത്രി പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മദ്യപന്റെ പരാക്രമം. ഡോക്ടറെയും ജീവനക്കാരനെയും കയ്യേറ്റം ചെയ്ത യുവാവ് നിരീക്ഷണ വാർഡിന്റെ വാതിൽ തല്ലി തകർത്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.